ഹായ് ഗായ്സ്, എന്താ വിശേഷം? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീട്രൂട്ട് ഉപ്പേരി. സോ അതിനുവേണ്ടി നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഉള്ളി, പിന്നെ നമ്മളതിൽ കണ്ടത് എന്താണ്, പച്ചമുളക്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി എടുക്കുക. ചട്ടിയിൽ ഒരു കുറച്ച് ഓയിൽ ഒഴിക്കണം. വെളിച്ചെണ്ണ എടുക്കും നല്ലത്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വറ്റൽമുളകും അതിലിടാം. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിലും ഇടാം. പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇപ്പോൾ അല്ല, അതുകൊണ്ട് ഇടാത്തത്. പിന്നെ കാരണം ഞങ്ങളിപ്പോൾ നാട്ടിലല്ല, റിയാദിലാണ്. റിയാദിൽ കറിവേപ്പിൻ്റെ ഇല കിട്ടും, ബട്ട് ഞങ്ങളടുത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയത് വാങ്ങിയിട്ട് വേണം. ഓക്കെ. പിന്നെ എന്നിട്ട് പച്ചമുളക് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമ്മൾ ഉള്ളി കൂടി ചോപ്പ് ചെയ്ത ഉള്ളി ഉണ്ടായിരുന്നല്ലോ, അതും കൂടി അതിലിടണം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇത് എല്ലാവർക്കും അറിയുന്നൊരു കോമൺ ഉപ്പേരി ആയിരിക്കാം, പക്ഷേ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഇതിലൊരു കുഞ്ഞി പൊട്ട് ഇഞ്ചി ഇടുന്നുണ്ട്. ഇഞ്ചി ചോപ്പ് ചെയ്തത്. അത് നിങ്ങളൊന്ന് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇട്ട് നോക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം, നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഉപ്പ് ആഡ് ചെയ്യാം. ഇത് ആക്ച്വലി എൻ്റെ ഉമ്മയുടെ ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് ഉപ്പേരി. അതായത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണത്. പിന്നെ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയാൽ എന്താണ്, അതൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു ലിഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മൂടി എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമ്മൾ ലിഡ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കണ്ടല്ലോ അങ്ങനെ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൽ എന്തിടണം, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് അല്ലെങ്കിൽ ഷ്രെഡഡ് ആയിട്ടുള്ള കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് ഒരു ഹൈ ഫ്ലെയിം, ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞല്ലോ, ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി മതി. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് ഉപ്പേരി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത്